Hello everyone, welcome to Vedantu Malayalam channel. ഞാൻ അഞ്ജന, your biology teacher. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ന്യൂസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതെല്ലാം ഞാൻ നിങ്ങളോട് പറയാം. പക്ഷെ അതിനേക്കാളും മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ? Okay, the first question. In photosynthesis, the light independent reaction takes place at Thalakod-Luehmann, photosystem 1, photosystem 2, stromal matrix. എവിടെയാണ് ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്, ലൈറ്റ് ഡിപ്പെൻഡൻ്റ് അല്ല. ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ അത് ഡാർക്ക് റിയാക്ഷൻ ആണ്, അല്ലേ? ഡാർക്ക് റിയാക്ഷൻ ആണ്. ഡാർക്ക് റിയാക്ഷൻ എവിടെയാണ് നടക്കുക? തലക്കോഡ്-ലൂമനിലാണോ? ഫോട്ടോസിസ്റ്റം 1 ആണോ? ഫോട്ടോസിസ്റ്റം 2 ആണോ? അല്ല, സ്ട്രോമൽ മാട്രിക്സ് ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഡി, സ്ട്രോമൽ മാട്രിക്സ്, അല്ലേ? സോ ഇതെല്ലാം എന്താണ്? ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷനിലാണ് ഇൻക്ലൂഡഡ് ആകുക, റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ മെജോറിറ്റി ഓഫ് ദി ഡൈക്കോട്ടിലിഡനസ് പ്ലാന്റ്, ദ ഡയറക്റ്റ് ഇലോങ്കേഷൻ ഓഫ് ദി ഡാഷ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് പ്രൈമറി റൂട്ട്. സോ പ്രൈമറി റൂട്ട് ഏത് ഭാഗം കൊണ്ടാണ് ഉണ്ടാവുന്നത്? റൈറ്റ്? സോ റാഡിക്കൽ ആണോ, പ്ലുമ്യൂൾ ആണോ, ഷൂട്ട് ആണോ, ആക്സിസ് ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സോ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഗസ് ചെയ്യണേ. ദ റൈറ്റ് ആൻസർ ഏതാണ്? റാഡിക്കൽ, അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ പ്രൈമറി അക്സെപ്റ്റർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ C3 പ്ലാന്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് C3 പ്ലാന്റിൽ പ്രൈമറി അക്സെപ്റ്റർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിനെ ആദ്യം ക്യാപ്ചർ ചെയ്യുന്ന ആൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഏതാണെന്ന് പെട്ടെന്ന് ഗസ് ചെയ്യുക. PEP ആണോ, റുബുലോസ് ബിസ്ഫോസ്ഫേറ്റ് ആണോ, ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണോ, അല്ല ഓക്സലോ അസിറ്റിക് ആസിഡ് ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് റുബുലോസ് ബിസ്ഫോസ്ഫേറ്റ്, റൈറ്റ്? ഓക്കെ, കാസ്പേരിയൻ സ്ട്രിപ്സ് അക്കർ ഇൻ കോർട്ടെക്സ്, പെരിസൈക്കിൾ, എപ്പിഡെർമിസ്, എൻഡോഡെർമിസ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കാസ്പേരിയൻ സ്ട്രിപ്സ്. സോ നമുക്ക് ഡൈക്കോട്ടിലീഡനസ് റൂട്ടിലാണ് നമുക്കിത് കാണാൻ പറ്റുക, അല്ലേ? സോ എവിടെയാണ്, ഏത് റീജിയനിലാണ് ഈ ഒരു കാസ്പേരിയൻ സ്ട്രിപ്സ് നമുക്ക് കാണാൻ പറ്റുക? അതായത് വാക്സി ലെയർ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? ദ റൈറ്റ് ആൻസർ ഈസ് എൻഡോഡെർമിസ്, റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിയാക്ഷൻ സെന്റർ ഓഫ് ദി ഫോട്ടോസിന്തസിസ് ഈസ് ഫോംഡ് ഓഫ് xanthophyll, carotenoid, chlorophyll B, chlorophyll A. സോ ഇത് ഏത് പിഗ്മെന്റ് ആണ്? ഇതിൽ ഏത് പിഗ്മെന്റ് ആണ് റിയാക്ഷൻ സെന്റർ ആയിട്ട് കൺവേർട്ട് ആയിരിക്കുന്നത്? ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞേ, ഏതാണ്? സി, xanthophyll, carotenoid, chlorophyll B. ഇത് മൂന്നും ആക്സസറി പിഗ്മെന്റ് ആണ്, അല്ലെ? ആക്സസറി പിഗ്മെന്റ് ആണ്. അപ്പോൾ റിയാക്ഷൻ സെന്റർ ഏതാണ്? chlorophyll A ഇസ് ദി റൈറ്റ് ആൻസർ. സോ നിങ്ങൾക്ക് ഈ എല്ലാ ക്വസ്റ്റ്യനും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ സമയമൊന്നും കളയണ്ട, പെട്ടെന്ന് തന്നെ നമ്മുടെ MVSAT എന്ന് പറയുന്ന ആ ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിലേക്ക് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എന്താണ് ഈ MVSAT എന്നല്ലേ? മെഗാ വേദാന്ത് സ്കോളർഷിപ്പ് അഡ്മിഷൻ ടെസ്റ്റ് എന്നാണ്. സോ ഇത് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ടെസ്റ്റാണ്. സോ ഈ ഒരു ടെസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡിസംബർ 2 തൊട്ട് 10 വരെ നിങ്ങൾക്ക് ഏത് ദിവസം വേണോ ആ ദിവസം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാനും പറ്റും. ഓക്കെ, അപ്പോൾ സമയമൊന്നും കളയല്ലേ, പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണാൻ പറ്റുന്ന ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. ഞാൻ വീണ്ടും പറയുകയാണ്, രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. ഓക്കെ, ആൻഡ് എവിടേക്കാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, തൃച്ചി, ഇവിടെ എല്ലാം ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്. ആ ഓഫ്ലൈൻ സെൻറ്റേഴ്സിലാണ് എക്സാമിനേഷൻ നടക്കുക. പക്ഷേ കേരളത്തിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ ഓഫ്ലൈൻ സെൻറ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. കേരളത്തിലെ പിള്ളേർക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, യെസ്. സോ എന്തിനാണ് ഞാൻ ഈ ഒരു MVSAT എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് ഞാൻ അറ്റൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് 2 റീസൺ പറയുന്നത്. ആദ്യത്തെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യ കോമ്പറ്റേറ്ററുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് ഓൾ ഇന്ത്യ റാങ്ക് ആണ് നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുള്ളത്. അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? സോ സെൽഫ് ഇവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെയാണ് നിൽക്കുന്നുള്ളത്, ഇനി കുറച്ചുകൂടെ എഫേർട്ട് ഇടണം, അല്ല ഞാൻ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് നീറ്റോ അല്ലെങ്കിൽ JEE ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതുമാത്രമല്ല
100% സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഹൈടെക് ഇൻറ്ററാക്റ്റീവ് ക്ലാസ് റൂമാണ് അവർ നിങ്ങൾക്ക് ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക കേട്ടോ. യെസ്. ആൻഡ് ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ടോപ്പ് സ്കോറർ ആയ പിള്ളേർക്ക് 5-day പ്രോഗ്രാം, 5-day ട്രിപ്പ് ഉണ്ട്. എവിടേക്കാണെന്ന് ചോദിച്ചോ, സ്പേസ് റിസർച്ച് സെൻറ്ററിലാണ് 5 days ട്രിപ്പ് ഒരുക്കിയിരിക്കുന്നത്. സോ സമയമൊന്നും കളയണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് അത് മാത്രമല്ല, ഈ 5-day ട്രിപ്പ് ടോപ്പ് സ്കോറർക്ക് മാത്രമാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊന്നും വിഷമിക്കേണ്ട. ഒരുപാട് എക്സൈറ്റിംഗ് റിവാർഡ്സ് ഉണ്ട്. ഡ്രോണ്, സ്മാർട്ട് വാച്ച്, ടെലസ്കോപ്പ് എന്ന് പറയുന്ന ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിവാർഡ്സ് ഉണ്ട്. സോ ഡോണ്ട് വറി, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും റിവാർഡ്സ് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതാൻ റെഡി ആയിരിക്കുക. യെസ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രജിസ്ട്രേഷന് ഫീസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ കൂടുതൽ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ ഒരു ട്രൈ നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം. യെസ്. ആൻഡ് ആരൊക്കെയാണ് ഈ ഒരു എക്സാമിനേഷൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ക്ലാസ് 8 പഠിക്കുന്ന പിള്ളേർ തൊട്ട് 12th JEE നീറ്റ് ആസ്പിറൻസ് വരെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ക്ലാസ് 8th and 9th സ്റ്റുഡൻസിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മാത്തമാറ്റിക്സിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ്, സയൻസിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ്, മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ആണ് വരിക. എല്ലാ ക്വസ്റ്റ്യൻസിനും 4 ഓപ്ഷൻസ് ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യൻസിനും 4 മാർക്കായിരിക്കും ഉണ്ടാവുക. ആൻഡ് സ്പെഷ്യൽ പാർട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നോ നെഗറ്റീവ് മാർക്ക്. ഓക്കെ. ആൻഡ് 10th പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ മാത്തമാറ്റിക്സിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ്, സയൻസിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ്, മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻസിനും 4 മാർക്കായിരിക്കും ഉണ്ടാവുക. ഇവിടെയും നോ നെഗറ്റീവ് മാർക്ക്. യെസ്. ആൻഡ് 11th and 12th JEE ആസ്പിറൻസ് ആണെങ്കിൽ ഫിസിക്സ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, കെമിസ്ട്രി 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, മാത്തമാറ്റിക്സ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇവിടെയും ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻസിനും 4 മാർക്ക്, നോ നെഗറ്റീവ് മാർക്കിംഗ്. യെസ്. ഓക്കെ. നെക്സ്റ്റ്, നീറ്റ് ആസ്പിറൻറ്റ് ആണെങ്കിൽ അവർക്ക് ഫിസിക്സിന് 15 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിക്ക് 15 ക്വസ്റ്റ്യൻസ്, ബയോളജിക്ക് 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. എല്ലാ ക്വസ്റ്റ്യൻസിനും 4 ഓപ്ഷൻസ് ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യൻസിനും 4 മാർക്കായിരിക്കും ഉണ്ടാവുക. ആൻഡ് നോ നെഗറ്റീവ് മാർക്കിംഗ് ആണ്. യെസ്. ഓക്കെ. സോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ സെൻറ്റേഴ്സിലും, എല്ലാ പ്ലേസസിലും ഓഫ്ലൈൻ സെൻറ്റേഴ്സിലാണ് എക്സാമിനേഷൻ നടക്കുക. പക്ഷേ കേരളത്തിൽ മാത്രം നമുക്ക് ഓൺലൈൻ എക്സാമിനേഷനാണ് നടക്കുക. സോ അത് മാത്രമല്ല, സ്പേസ് റിസർച്ച് സെൻറ്ററിൽ ടോപ്പ് സ്കോറർ ആയിരിക്കുന്ന പിള്ളേർക്ക് 5-day ട്രിപ്പാണ് ഒരുക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, അപ്ലൈ ചെയ്യുന്ന ഒരുപാട് പിള്ളേർക്ക് സ്കോളർഷിപ്പ് അപ് ടു 100% സ്കോളർഷിപ്പ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് റിവാർഡ്സ് തരാൻ റെഡി ആയിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്ക്, നിങ്ങൾ ഏതൊരു പൊസിഷനിലാണ് നിൽക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുമാത്രമല്ല, ഇത് രജിസ്ട്രേഷൻ ഫ്രീ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് എക്സാമിന് റെഡിയാക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക, സ്കോളർഷിപ്പ് നേടുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ. യെസ്. സോ ഇതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കാണാം. സോ പെട്ടെന്ന് തന്നെ വേദാന്തു മലയാളം എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. അതുമാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.